നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ദേശീയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയത്തിന്റെ പേര് കച്ചത്തീവ് എന്നാണ്. ആ വിഷയം പക്ഷേ ഇപ്പോൾ ഈ കച്ചത്തീവ് എന്ന് പറഞ്ഞൊരു വിഷയത്തിനെ കുറിച്ച് മലയാളികളൊന്നും അങ്ങനെ ഒരുപാട് അറിവുള്ളവർ ആയിരിക്കത്തില്ല. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിട്ടു നൽകിയൊരു പ്രദേശമാണ് കച്ചത്തീവ്. കച്ചത്തീവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു ബാരൻ ലാൻഡ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു പ്രദേശം എന്നാണ്, അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ ഒരു പ്രദേശം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് നമ്മൾ 1974 1974 ഇന്ദിരാഗാന്ധിയും അന്നത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവോ ബെൻഡാരനായകയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ്. അപ്പൊ അത് വലിയ വിവാദം അന്ന് തന്നെ ആയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് തമിഴ്നാടുകാരെ സംബന്ധിച്ച്, തമിഴ്നാട്ടിലെ മീൻപിടുത്ത കമ്മ്യൂണിറ്റിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദ്വീപായിരുന്നു. വളരെ ചെറിയൊരു പ്രദേശമാണ്. 300 ഏക്കറിൽ താഴെയാണ് ഈ പ്രദേശത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. നമ്മളുടെ രാമേശ്വരത്ത് നിന്ന് 25 കിലോമീറ്ററോളം അകലെയാണ് ഈ ഒരു പ്രദേശം. അതായത് നമുക്ക് തൊട്ടടുത്ത് 25 കിലോമീറ്റർ താഴെയാണ് അകലം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന പാക് കടലിടുക്കിലാണ് ഈ ഒരു പ്രദേശം വരുന്നത്. പെട്ടെന്ന് ഈ ഒരു പ്രശ്നം ഇങ്ങനെ വലിയ ഒരു വിവാദമായിട്ട് ഇപ്പം മാധ്യമങ്ങളിൽ നിറയാനും ഒക്കെ ഉള്ള കാരണം മറ്റൊന്നുമല്ല. തമിഴ്നാട്ടിലെ BJP അധ്യക്ഷനായ കെ അണ്ണാമലൈ ഒരു വിവരാവകാശ നിയമപ്രകാരം നമ്മളുടെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് കുറെ വിവരങ്ങൾ തിരയുകയായിരുന്നു. കച്ചത്തീവ് എങ്ങനെയാണ് ഇന്ത്യക്ക് കൈമോശം വന്നതെന്നുള്ള വിവരങ്ങൾ തിരഞ്ഞു. അദ്ദേഹത്തിന് ആ വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങളാണ് ഇപ്പൊ വിവാദമായത്. ആ വിവരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1961 ഈ ഒരു പ്രദേശം ഇന്ത്യക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തതാണ്, ഇത് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ മകളായ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് 1974 ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ഞാൻ പറഞ്ഞു കച്ചത്തീവ് നമ്മൾ ശ്രീലങ്കയ്ക്ക് കൈമാറ്റം ചെയ്യാണ്. പക്ഷെ അന്ന് DMK ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. DMK ആണെന്ന് തമിഴ്നാട് ഭരിക്കുന്നത്. ഇന്നത്തെ ചീഫ് മിനിസ്റ്ററായ MK സ്റ്റാലിന്റെ അച്ഛൻ കരുണാനിധിയാണെന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹവും പരസ്യമായിട്ട് ഇതിനെ എതിർത്തതായിട്ട് കാണിച്ചെങ്കിലും ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വന്ന രേഖകൾ പ്രകാരം കരുണാനിധിക്ക് ഈ പൂർണ്ണ വിവരങ്ങൾ അറിയാമായിരുന്നുവെന്നും കരുണാനിധിയോട് മാത്രമാണ് ഈ പൂർണ്ണ വിവരങ്ങൾ അന്ന് ഇന്ദിരാഗാന്ധി വെളിപ്പെടുത്തിയിരുന്നതെന്നും അവർ അന്ന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോട് പോലും ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ലെന്നും കരുണാനിധിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ കച്ചത്തീവ് എന്ന പ്രദേശം ശ്രീലങ്കയ്ക്ക് കൈമാറിയതെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇത് ഈ അണ്ണാമലൈ എടുത്ത ഈ വിവരങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ഒരു ദേശീയ മാധ്യമം അവരുടെ 1ാം പേജ് വാർത്തയാക്കി. അപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എക്സിൽ ഇത് ഒരു ഇതായിട്ട് കോൺഗ്രസ് ഇന്ത്യയെ വഞ്ചിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം അത് ഒരു പ്രസ്താവന ഇറക്കുകയാണ്. ഇതാണ് രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായത്. ഇപ്പോൾ നമ്മളുടെ മലയാളത്തിലേക്ക് മാധ്യമങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഇലക്ഷനിൽ BJPക്ക് വലിയ സ്വാധീനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് വലിയ സ്വാധീനം ഇല്ലാത്ത പ്രദേശമാണ് ഇതുവരെയും ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രധാനമന്ത്രി ഒരു ഗൂഢലക്ഷ്യത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വായിച്ച മലയാള മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത്. അതുപോലെ മലയാളത്തിലെ ഈ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയ ലക്ഷ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാം. രാഷ്ട്രീയ ലക്ഷ്യം എല്ലാ പാർട്ടികൾക്കും ഉണ്ടല്ലോ, ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെ ആയിരിക്കാം. പക്ഷേ ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് കച്ചത്തീവ്, എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്? 2 രീതിയിൽ ഇന്ത്യക്ക് ഇത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമാണ് കച്ചത്തീവ് എന്ന് പറയുന്ന പ്രദേശം. അതുപോലെ അത് ഇന്ത്യയുടെ കയ്യിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാവുന്ന ഒരു പ്രദേശവുമായിരുന്നു. അത് നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. അതിന് പ്രാധാന്യം ഇല്ല എന്ന് കരുതിയാണ് അന്നത്തെ ഭരണാധികാരികൾ അത് ചെയ്തത്. അത് ഒരു വലിയ തെറ്റ് ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പ്രദേശം ഏതാണ്ട് 2-3 നൂറ്റാണ്ടുകളായിട്ട് രാമനാഥപുരം ഭരിച്ചിരുന്ന ഒരു ജമീന്ദാരി വംശത്തിൻ്റെതായിരുന്നു. അവരുടെ ജമീന്ദാരിയുടെ അധീനതയിൽ, രാമനാഥപുരം ജമീന്ദാരിയുടെ അധീനതയിലായിരുന്നു 1947 വരെയും ഈ കച്ചത്തീവ് ഉൾപ്പെടുന്ന പ്രദേശം. അവിടുത്തെ ടാക്സ് പിരിക്കാനും ഉള്ള എല്ലാ അവകാശവും അവർക്ക് തന്നെ ആയിരുന്നു. പക്ഷേ ഈ 1921 ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ്. അതായത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ട്, സിലോൺ ശ്രീലങ്ക, ഇന്നത്തെ ശ്രീലങ്ക അന്ന് സിലോൺ എന്ന് അറിയപ്പെടുന്നത്, അതും ബ്രിട്ടൻ തന്നെയാണ് ഭരിക്കുന്നത്. ഈ 2 പ്രദേശങ്ങൾ നമ്മൾ ഡിസ്പ്യൂട്ട് ഉണ്ടായി. കച്ചത്തീവ് അവർക്കുള്ളതാണ്, ശ്രീലങ്കയ്ക്ക് അല്ലെങ്കിൽ സിലോണിനുള്ളതാണെന്നുള്ള കാര്യം പറഞ്ഞ് ഇതിൽ അവർ പറയാനുള്ളൊരു ന്യായം എന്ന് പറയുന്നത് ഈ കച്ചത്തീവിൽ ഒരേ ഒരു മനുഷ്യ നിർമ്മിതിയേ ഉള്ളൂ. മനുഷ്യവാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, മനുഷ്യവാസ യോഗ്യം അല്ല അവിടെ. പക്ഷെ അവിടെ ഒരു മനുഷ്യ നിർമ്മിതിയുണ്ട്, അത് സെന്റ് ആന്റണീസിന്റെ ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ എല്ലാ വർഷവും ഉത്സവമൊക്കെ നടക്കാറുണ്ട് 2 ദിവസം. അപ്പോൾ മാത്രമാണ് അവിടെ ആൾക്കാർ കൂടുന്നത്. അവിടെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാർ ആ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്രാവശ്യം അത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ചില പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുത്തില്ല. അപ്പൊ ഈ പറഞ്ഞ പള്ളി
ജാഫ്ന ഡയസിന്റെ അധീനതയിലായിരുന്നു, അല്ലെങ്കിൽ ജാഫ്നയുടെ അധീനതയിലായിരുന്നു. അതിന്റെ പേരിലാണ് അവരുടെ അവകാശവാദം ദ്വീപിന്റെ മുകളിൽ, കച്ചദ്വീപിന്റെ മുകളിൽ ഉന്നയിച്ചത്. അത് ഇന്ത്യയുടെ അവകാശവാദം ഞാൻ പറഞ്ഞല്ലോ, രാമനാഥപുരത്തിന്റെ അധീനതയിലായിരുന്നു 47 വരെ ടാക്സ് കളക്ഷൻ വരെ. പക്ഷേ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുകയാണ്. 74 എഗ്രിമെന്റ് വഴി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുന്നു. 74 എഗ്രിമെന്റിൽ വിട്ടുകൊടുത്തതിന് ശേഷം 74 നമ്മളൊരു കാര്യം ചെയ്തു, ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും മീൻപിടുത്തക്കാർക്ക് ഈ ദ്വീപ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു എഗ്രിമെന്റ് അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു 74. പക്ഷേ 76 വീണ്ടും സബ്സിക്വന്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്ററി എഗ്രിമെന്റ് വരികയാണ്. ആ എഗ്രിമെന്റ് വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ആ ദ്വീപ് യൂസ് ചെയ്യാനുള്ള അവകാശവും നഷ്ടപ്പെടുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് വേറൊരു വലിയൊരു പ്രശ്നമുണ്ട്. 76 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗീകാരം ഇല്ലാതെയാണ് ഇത് ചെയ്തിരുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇത്തരത്തിലുള്ളൊരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രദേശം വിട്ടുകൊടുത്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് അംഗീകാരം മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ കേസായി. പിന്നീട് അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്തായാലും പിന്നീട് സംഭവിച്ചത് തമിഴ്നാട്ടിൽ പതുക്കെ ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ പിന്നീട് ഇതിലൊന്നും അറിയാത്ത പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയിലെ മത്സ്യസമ്പത്ത് പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു ആ പ്രദേശങ്ങളിൽ, ഈ രാമേശ്വരം പ്രദേശത്തൊക്കെയുള്ള. അപ്പോൾ അവര് ഈ പറഞ്ഞ ഈ കച്ചത്തീവ് പ്രദേശത്തൊക്കെ പോയി മീൻ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവര് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി ശ്രീലങ്കൻ നേവി. കഴിഞ്ഞ 20 വർഷത്തിനകത്ത് 6000-ലധികം തമിഴ് മത്സ്യബന്ധന തൊഴിലാളികളെയാണ് ശ്രീലങ്കൻ നേവി പിടിച്ചത് എന്ന് മാത്രമല്ല 1100-ലധികം അവരുടെ ബോട്ടുകളും മറ്റ് സാമഗ്രികളും ഒക്കെ അവർ പിടിച്ചെടുത്തു. ഇത് തമിഴ്നാട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾക്ക് കാരണമാവും. ശ്രീലങ്കയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കച്ചത്തീവ് നമ്മൾ അവർക്ക് ദാനമായിട്ട് കൊടുത്തത്. പക്ഷെ സംഭവിച്ചത് ഈ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ജയിലിലിടുകയൊക്കെ ചെയ്യുന്നതിന്റെ പേരിലും ബന്ധം മോശമാവാനേ ഇത് കാരണമായുള്ളൂ. അപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് മുമ്പ് അവിടെ ഈ മത്സ്യബന്ധനം ആ മേഖലയിൽ നടത്തും. ഒപ്പം തന്നെ അവരുടെ വലകൾ ഉണക്കാനും മറ്റ് റെസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ആ ദ്വീപ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ അതിനൊന്നിനും കഴിയുന്നില്ല. അപ്പം സ്ഥിരമായിട്ട് അവിടെ ശ്രീലങ്കയിലെ ജയിലുകളിലാവുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതിലൊക്കെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ ഭരിച്ച ഭരണാധികാരികൾ ഇതൊരു ചെറിയ പ്രദേശം, ഒരു അഴുക്ക് നിറഞ്ഞ മാത്രം ഒരു പ്രദേശം, അവിടെ ജനവാസത്തിന് പോലും ഇല്ലാത്തൊരു പീസ് ഓഫ് ലാൻഡ് ആയിട്ട് മാത്രം കണ്ട. പക്ഷെ യഥാർത്ഥത്തിൽ അവർ കാണാനൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിയാണ്. അന്ന് ചൈന ഇന്ത്യയെ ഒരു യുദ്ധത്തിലൊക്കെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഇതുപോലെ വലിയ പവറൊന്നും അല്ല. ചൈന ഒരു ദരിദ്ര രാജ്യമായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചത്? ചൈന ഇന്ത്യക്ക് ചുറ്റിലുമുള്ള രാജ്യങ്ങൾ എല്ലായിടത്തും സ്വാധീനം കൂട്ടി ഇന്ത്യയെ വളഞ്ഞു പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ശ്രീലങ്കൻ ഭരണാധികാരികൾ ചൈനയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ കടമെടുത്ത് ചൈനയുടെ മുന്നിൽ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിപ്പം. അപ്പം ഈ ഇന്ത്യയുടെ രാമേശ്വരത്തിനോട് അടുത്ത് തന്നെ ഈ ശ്രീലങ്കയുടെ സമ്മതത്തോടു കൂടി ചൈന ഹമ്പൻടോട്ട എന്നൊരു പോർട്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ വലിയ വിഷയമാണ്. അവര് പതുക്കെ ഈ കച്ചത്തീവിലേക്ക് അവരുടെ സാന്നിധ്യം വ്യാപിപ്പിച്ചാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് വെറും 25 കിലോമീറ്റർ താഴെ, എക്സാക്ട്ലി പറഞ്ഞാൽ 23 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ രാമേശ്വരത്തോട്ട് ബോട്ടിൽ പോകാവുന്ന ദൂരം. അവിടെ ചൈനക്കാരുടെ പ്രസൻസ് ഉണ്ടായുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഈ സ്ട്രാറ്റജിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമായിരുന്നു ഇത് ഇന്ത്യക്ക് എന്ന് പറയുന്നത്. ഇതൊന്നും കാണാതെയാണ് നമ്മൾ ഈ ഒരു മണ്ടത്തരം കാണിച്ചത്, പാർലമെന്റിന്റെ പോലും സമ്മതമില്ലാതെ. തീർച്ചയായിട്ടും കച്ചത്തീവ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പൊ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ ആ പ്രദേശം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മളുടെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് രാമനാഥപുരം അല്ലെങ്കിൽ രാമേശ്വരം ഒക്കെ മേഖലയിലുള്ള നമ്മളുടെ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ള പ്രാധാന്യം, ഒപ്പം തന്നെ നമ്മളുടെ ഈ ചൈനീസ് ആംഗിൾ കാണുമ്പോൾ ഉള്ള നമ്മളുടെ തന്ത്രപരമായ പ്രാധാന്യം, ഇതൊക്കെ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുത്തിയത് വലിയ ഒരു നഷ്ടമായി പോയി. പല ഇതുപോലുള്ള സ്ട്രാറ്റജിക് മിസ്റ്റേക്കുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് 90,000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മൾ തടങ്കലിൽ പിടിച്ചിട്ട് അവരുടെ പിടിച്ചെടുത്ത പ്രദേശങ്ങളും പട്ടാളക്കാരെയും എല്ലാം നമ്മൾ തിരിച്ചു കൊടുത്ത വലിയൊരു മഹാമനസ്കത ഒരിക്കൽ കാണിച്ചിരുന്നു. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സ്പെഷ്യൽ പവേഴ്സ് നമ്മൾ അവിടെ കൊടുത്തുകൊണ്ട് നമ്മൾ കാണിച്ച കുറേ മണ്ടത്തരങ്ങൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു വലിയ മണ്ടത്തരമായി മാറി. ഇത് അന്നൊരു വലിയ മണ്ടത്തരമായിട്ട് തോന്നിയില്ല, പക്ഷേ ഇന്ന് ഇത് ഒരു വലിയ മണ്ടത്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൈനയുടെ ഒരു പ്രസൻസും ഒക്കെ കൊണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഈ പറഞ്ഞ കച്ചത്തീവ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രാധാന്യം. നമുക്ക് അത് സ്വന്തമായിട്ട് കയ്യിൽ വയ്ക്കാവുന്ന ഒരു പ്രദേശമായിരുന്നു. നമ്മളായിട്ട് തന്നെ നമുക്ക് വേണ്ട എന്ന് വെച്ച് ശ്രീലങ്കയ്ക്ക് കൊടുത്തതാണ്.
പാർലമെന്റിന്റെ പോലും അനുമതിയില്ലാതെയാണ് അത് കൊടുത്തത്. അത് ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷേ ഇനി അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞ പ്രദേശമാണ് ഇത്. 91-ലാണ് 76-ൽ കൊടുത്തെങ്കിലും പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ 91-ൽ ജയലളിതയാണ് ആദ്യമായിട്ട് അവരുടെ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത്. വീണ്ടും അത് വലിയൊരു ചർച്ചയായിട്ട് മാറുന്നു നോക്കുക. ഇത് വീണ്ടും സുപ്രീം കോടതിയിൽ കേസൊക്കെ ആയി. 2013-ൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ എടുത്ത സ്റ്റാൻഡാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു പ്രദേശമേ അല്ലായിരുന്നു, ഇതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിരുന്നു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയും ബ്രിട്ടീഷ് സിലോണും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. ആ ഒരു പ്രശ്നത്തിൽ അതിന്റെ പരിഹാരം ആയിട്ട് ഈ ലാൻഡ് കൊടുക്കുകയാണ്. ഇത് 74-ൽ ഇത് നമ്മളെ പ്രദേശമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗീകാരമൊന്നും അതിന് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു സ്റ്റാൻഡ്, അങ്ങനത്തെ ഒരു വിചിത്രമായ സ്റ്റാൻഡാണ് 2013-ൽ സുപ്രീം കോടതിയിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് എടുത്തത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു മിസ്റ്റേക്കാണ് കച്ചത്തീവിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത്. ഇപ്പോൾ അത് വീണ്ടും വലിയ വിവാദമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.